അപ്പോൾ പാമ്പനിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും ബസ്സൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഒരു പച്ചക്കറി വണ്ടി വന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചേട്ടനോട് ചോദിച്ചത്, ആ റെഡ് ഷർട്ട് ഇട്ട ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഒരു ലിഫ്റ്റ് വാങ്ങിച്ചു തരാമെന്ന് ചോദിച്ചു. ചേട്ടൻ ഇവരോട് ചോദിച്ചപ്പോഴത്തേനും അവർ സമ്മതിച്ചത് ഇതുണ്ടോ പച്ചക്കറി കച്ചവടത്തിന് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഇവിടുത്തെ രീതിയിൽ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വണ്ടിയിലൊക്കെ കയറി പോകുന്ന കാണാം. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇതുപോലൊരു വണ്ടിയിൽ കയറി യാത്ര ചെയ്യണം. അപ്പോഴത്തേ ഞാൻ ഇവിടെ മണ്ഡപത്തിലെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുനിന്ന് ഇന്ത്യൻ ഓയിലിൻ്റെ അവിടുന്ന് കയറിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഈ വണ്ടിയിൽ പോവുകയാണ്. അതൊരു നൈസ് എക്സ്പീരിയൻസ് അല്ലേ, മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നമുക്കും ആ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു വലിയ എക്സ്പീരിയൻസാണ്. അപ്പോൾ അവരിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സവോളയ്ക്കും ഉള്ളിക്കുമൊക്കെ കാവലിരുന്ന് നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ്. എല്ലാവരും ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പോകുന്നതാണ്. കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ ഞാനും ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ ഒരു അടിപൊളി യാത്രയാണ് രാവിലെ തന്നെ. സമീപത്തൂടെ നമ്മൾ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ സൈക്കിൾ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്ത ഏരിയ ആണിത്. പല ദിവസത്തിലൂടെ ലൈൻ പോകുന്ന കാണാം. അങ്ങനെ നമ്മൾ വന്ന് പാമ്പനിലേക്ക് പ്രവേശിക്കുകയാണ്. വലതുവശവും കടൽ തന്നെയാണ്. ഇടതുവശവും കടൽ തന്നെ. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്, ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ പാമ്പനിലേക്ക് 30 കിലോമീറ്റർ സ്പീഡാണ് പാമ്പൻ പാലത്തിൽ പറയുന്നത്. പക്ഷേ വണ്ടികളൊന്നും അതുപോലെയല്ല പോകുന്നത്. ഒരു വമ്പൻ ടിസ്റ്റാണ് ഇപ്പോൾ എനിക്കുണ്ടായിരിക്കുന്നത്. ചൂണ്ടക്കാരാണ് പാലത്തിൽ. കാരണം ഇപ്പോൾ ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് വള്ളങ്ങളൊന്നും പോകുന്നില്ല, ചെറുവള്ളങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. ലിഫ്റ്റിംഗ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. പറഞ്ഞു. അപ്പോൾ നമ്മൾ പാമ്പനിൽ നിന്നും ധനുഷ്കോടിയിലേക്കുള്ള യാത്രയിലാണ്. സൈക്കിൾ കുറച്ചൊക്കെ പ്രശ്നത്തിലാണ്, എങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റും. തിരിച്ചു വന്നതിന് ശേഷം എവിടെയെങ്കിലും റിപ്പയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സമയമുണ്ടല്ലോ. അപ്പം നമ്മൾ പതിയെ ധനുഷ്കോടി റൂട്ടിലേക്ക് ചവിട്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ APJ അബ്ദുൽ കലാം സാറിൻ്റെ ശവകുടീരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ കുടീരം. നമുക്ക് പുറത്തുനിന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് വീഡിയോ എടുക്കാൻ അനുവാദമുള്ളൂ. ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ അനുവാദമില്ല.
അതുകൊണ്ട് ഞാനിവിടെ നിന്ന് ഒന്ന് ഇതിൻ്റെ ഒരു ഔട്ടർ കാണിച്ചു തരാം. ഇതാണ് അബ്ദുൽ കലാം സാറിൻ്റെ ആ ഒരു കുടീരം. APJ അബ്ദുൽ കലാം നാഷണൽ മെമ്മോറിയൽ പേക്കറമ്പ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ കുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇതിൻ്റെ പുറകിലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇത്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ധനുഷ്കോടി റോഡിൽ പോവുകയാണ്. രാവിലെ തന്നെ പോയാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി തിരിച്ചു വരാൻ പറ്റും. വീട്ടിൻ്റെ ഏകദേശം 40-42 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതൊക്കെ കവർ ചെയ്യണമെങ്കിൽ രാവിലെ തന്നെ പോകാം. അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ കാഴ്ചകളുണ്ട്. തമിഴ്നാട്ടിലെ റോഡിന് ഏറ്റവും കുഴപ്പം ഇതാണ്, ഈ വൃത്തികെട്ട റോഡാണ്. റോഡിൽ കുണ്ടും കുഴിയും മാത്രമേ കാണത്തുള്ളൂ. ഇതാണ് കുഴപ്പം. എവിടെ ഗട്ടറുണ്ടോ അവിടെ നമ്മൾ ചാടുമ്പോൾ നമ്മുടെ കുപ്പിവെള്ളം താഴെ കിടക്കും. നമ്മൾ ആരോട് പറയാൻ, എന്ത് കേൾക്കാം. ടൂറിസ്റ്റ് ഏരിയ മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുക തമിഴ്നാട്ടിൽ. ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റിയത്. നമ്മൾ പോയ എല്ലാ ടൂറിസ്റ്റ് ഏരിയയിലും റോഡുകൾ വളരെ മോശമാണ്. പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ ടൂറിസ്റ്റ് ഏരിയയിലോട്ടുള്ള വഴികളിലും അത്യാവശ്യം വൃത്തിയായിട്ട് കിടക്കും. ഇവിടെ അതാണ് ഏറ്റവും മോശമായിട്ട്. അപ്പോഴത്തെ നമ്മൾ മാന്നാർ കടലിൻ്റെ സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തെളിഞ്ഞ കടൽ, പച്ച കളറിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ഏരിയ കാണാം. അത് മറ്റൊന്നുമല്ല, അത് പാറക്കൂട്ടങ്ങളുള്ളതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ ഇടതുവശം വളരെ ഇതായിട്ടുള്ള സ്ഥലമാണ്, അതായത് ചെടിവെള്ളം പോലെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ കടലിൻ്റെ സൈഡിൽ കൂടെ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മുടെ സൈക്കിൾ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ചവിട്ടിയിട്ട് സൈക്കിൾ നീങ്ങുന്നേ ഇല്ല. ഇനിയിപ്പോൾ ഒരു 7 കിലോമീറ്റർ ആണുള്ളത്. ആ 7 കിലോമീറ്റർ മാക്സിമം സ്പീഡ് ചവിട്ടിയാലേ ഉള്ളൂ. ഒരു ഉച്ചയോടെ നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ശ്രമിച്ചു നോക്കുവാണ്.
ഏകദേശം 11:30 മണിയായി. അതിനിടയിൽ നമ്മൾ നമ്മുടെ പാലക്കാട് നിന്നുള്ള ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. അദ്ദേഹം സോളോ റൈഡറാണ്. അദ്ദേഹം ധനുഷ്കോടി കാണാൻ വേണ്ടി വന്നതാണ്. അഞ്ചൽമനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ ഇനിയൊരു 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ ദൂരം. അത് അപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു കപ്പലാണ് ആ കിടക്കുന്നത്. കപ്പലല്ല, ഒരു ബോട്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എയർ നിറച്ചിട്ട് ഓടിക്കുന്നൊരു ഇതാണ്, ജലവാഹനമാണ്. എൻ്റെ പേരെനിക്ക് കൃത്യം അറിയില്ല. അതാദ്യമായിട്ട് കാണുന്നത് നമ്മുടെ സിനിമയിലാണ് കാണുന്നത്. നമ്മുടെ ജാക്കി ചാൻ്റെ ഒരു ഫിലിമിൻ്റെ അകത്താണ് അത് കാണുന്നത് ആദ്യമായിട്ട്. റിവെഞ്ച് എന്നാന്ന് തോന്നുന്നു ഫിലിമിൻ്റെ പേര്. പിന്നീട് ഞാനിവിടെ പഴയ ആശ നമ്മുടെ ബൈക്കിൽ വന്നപ്പോൾ നമ്മളിത് 2 എണ്ണം ഇവിടെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് എയർ നിറയ്ക്കാതെ താത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വലതുവശത്ത് കടൽ സ്ഥലമാണ്. ഇവിടെ തിരയില്ല കേട്ടോ. ഈ സൈഡിൽ നിന്നാണ് തിര, പടിഞ്ഞാറ് സൈഡിൽ നിന്നാണ് തിര. അപ്പോൾ ഈ കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അതായത് നമ്മുടെ അശോകസ്തംഭം വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ അപ്പുറത്തെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഏതാണ് ഏരിയ കഴിഞ്ഞുള്ള ഭാഗം, അതായത് നമ്മുടെ ശ്രീലങ്കൻ ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ കാണാൻ പറ്റും. നല്ല തെളിഞ്ഞ ആകാശമാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടങ്ങി. ഇന്ത്യയുടെ മുനമ്പിൽ കുഞ്ഞിയും എത്തിയിരിക്കുകയാണ്. മുൻപ് ഞാൻ വന്നെങ്കിലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോൾ ഇതാ കുഞ്ഞിയും കൂടെ ഇന്ത്യയുടെ മുനമ്പിൽ വന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ 2 ട്രാവലേഴ്സ് ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. ഒരാൾ ഹിച്ച് ഹൈക്കിങ്ങും ഒരാൾ ബൈക്കിങ്ങുമാണ്. അപ്പോൾ ഞങ്ങൾ 3 ടൈപ്പ് ആളുകളാണിപ്പോൾ ഇവിടെ ട്രാവലേഴ്സായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. അപ്പോൾ ഞാൻ സൈക്കിളിൽ, ഒരാൾ ബൈക്കിൽ, ഒരാൾ ഹിച്ച് ഹൈക്കിങ്. നടന്നു പോകുന്ന മനുഷ്യനെ സമ്മതിക്കണം കേട്ടോ. 3 ദിവസം കൊണ്ട് പുള്ളി ഒന്നാമതെ എന്നെപ്പോലെ തന്നെ നല്ല ബോഡിയുള്ള ആളായതുകൊണ്ട് ഇത്രയും വെയിറ്റൂടൊക്കെ എത്തിയാണ് പോകുന്നത്. आपका नाम क्या है जी? आप किधर से है? पुणे से. आप? സച്ചിൻ സപ്താൽ, മുംബൈ. ആ രണ്ടുപേരും മഹാരാഷ്ട്രക്കാരാണ് കേട്ടോ. പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ, ഞാൻ ജോപ്പൻ ഫ്രം കേരള, കുഞ്ഞി ഫ്രം കേരള. അപ്പോൾ ഞങ്ങളെ 3 പേരുണ്ട് ഇവിടെ വന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. 3 അല്ല കേട്ടോ, ഞങ്ങൾ 4 പേര് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി. 3 आदमी है, मैं पहला बोला 4 आदमी है ना. हाँ 3 लड़का 1 लड़की. അപ്പത്തെ അടിപൊളി. ഞങ്ങളിങ്ങനെ ഇവിടെ വന്നിങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ആ ചെറിയ ദ്വീപും അതിൻ്റെ അപ്പുറം ശ്രീലങ്കയാണ്. അപ്പോൾ ശ്രീലങ്ക ഇന്ത്യ ബോർഡറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു 10-80 കിലോമീറ്റർ കഴിഞ്ഞാൽ ശ്രീലങ്കയായി. അപ്പം മാന്നാർ കടലിടുക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ മാന്നാറിൻ്റെ കാഴ്ചകളാണ്, ഗൾഫ് ഓഫ് മാന്നാർ. അതാണ് ഇപ്പോൾ കാണുന്ന ഈ കടൽ. അത് നല്ല തിരയുണ്ട്, നല്ല കാറ്റുണ്ട്. നമ്മുടെ ദേശീയ പതാക പാറി കളിക്കുന്നുണ്ട്. മുകളിലാണ് അശോകസ്തംഭവും. അതാണ് കുഞ്ഞി. അപ്പോഴത്തേനും അവരെ ട്യൂൺ ചെയ്യുക കണ്ട. അവർക്ക് ആരെയും കിട്ടിയാൽ മതി. എന്നെ ഇട്ടിട്ട് പോകുന്ന ആളാ. എന്തായി നിനക്ക് ആൾക്കാരെ കിട്ടിയോ? വീട്ടിനാളെ കിട്ടിയോ? വീട്ടിനാളെ കിട്ടിയോടി? കാല് പൊള്ളുന്നുണ്ടോ? അവർക്ക് ഇഷ്ടപ്പെട്ട്, അവർക്ക് അവരെയൊക്കെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാനും കുഞ്ഞിയും കൂടി നേരെ കടപ്പുറത്തോട്ട് പോവുകയാണ്. കടപ്പുറത്ത് മറ്റൊന്നുമല്ല, നമ്മുടെ കൂടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 പേര് കൂടി ഉണ്ട്. കുഞ്ഞി വാ. അപ്പോൾ കുഞ്ഞിതേ പുറകെ ഓടി വരുന്നുണ്ട്. അവളെ ഫ്രീ ആയിട്ട് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നായ്ക്കളൊന്നുമില്ല, അതുകൊണ്ടാണ് ഇറക്കി വിട്ടത്. അപ്പോൾ ഞങ്ങളിത് അവിടെ കടലിൻ്റെ കുറേ പശ്ചാത്തലങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഇത് കണ്ടോ, നിറച്ച് ചിപ്പി കിടക്കുന്ന, ചിപ്പിയും കക്കയും ഒക്കെ കിടക്കുന്ന സ്ഥലത്തുകൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ 2 പഴയ വീടുകൾ. കുഞ്ഞി ഇങ്ങനെ ഓടിക്കളിച്ച് തുള്ളിക്കളിച്ച് നടക്കുകയാണ്. അവളിപ്പം മീനൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ അവൾ ചാടിക്കളിച്ച് ഓടിക്കളിച്ച് നടക്കുകയാണ്. അവളെ ഒന്ന് കുളിപ്പിക്കണം. നമ്മുടെ സൈക്കിളും ബൈക്കും ഒക്കെ അങ്ങ് അരക്കല്ലാണ് ഇരിക്കുന്നത്. ഇവർ ഒരാൾ ബൈക്കിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ പതിയെ നടന്ന് കുഞ്ഞി ഏയ് വന്നേ വാ ഓടിയോ 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 ഓടിയോ. എല്ലാ അടിപൊളി സ്ഥലങ്ങളാണ്. അങ്ങനെ വിശാലമായൊരു ശാന്തമായ ഞങ്ങൾ മാത്രമുള്ള ഒരു കടൽത്തീരത്തേക്ക് ഞങ്ങൾ എത്തിയതാണ്. ഇവിടെ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ഞങ്ങൾ 3 പേര് മാത്രമുള്ള ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായ കടൽത്തീരം. കേട്ടോ, അവിടെ ലൈറ്റ് ഹൗസൊക്കെ കാണാം. അപ്പോഴത്തെ നീലക്കടലല്ല, പച്ചക്കടലാണ്. പച്ചക്കടലും അങ്ങ് അകലെ നമ്മുടെ സൈക്കിൾ ഇരിപ്പുണ്ട്. കാറ്റടിച്ച് മറിഞ്ഞു പോകാതിരുന്ന ദൈവാനുഗ്രഹം എന്ന് മാത്രം പറയാൻ പറ്റത്തുള്ളൂ. അങ്ങ് അകലെയാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഓടിച്ചെന്നാലും മറിഞ്ഞ് വഴി കിടക്കുകയേ ഉള്ളൂ. കുഞ്ഞി ഇവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോഴത്തെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അവരുടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ഭയങ്കര ഷൂട്ടിങ്ങിൻ്റെ ഭയങ്കര സെറ്റപ്പായിരിക്കും. കുഞ്ഞി വാ.